ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ നിന്നും യാത്ര തിരിച്ചു. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പുലർച്ചെ 12:15 കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ 166 തീർത്ഥാടകരുമായാണ് ആദ്യ സംഘം യാത്ര തിരിച്ചത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:50 വിമാനം ജിദ്ദയിലെത്തി. ഇന്നത്തെ 3 വിമാനങ്ങളിലായി 498 പേരാണ് കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലെത്തുക. ഹജ്ജ് ക്യാമ്പിലും വിമാനത്താവളത്തിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും എയർപോർട്ട് അതോറിറ്റി അവരുടെ എയർപോർട്ടിൻ്റെ ഏതാണ്ട് പ്രധാന ഭാഗം മുഴുവനും ഹാജിമാർക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്. ലഗേജുകൾ ഇവിടെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ സ്വീകരിക്കും. വരുന്ന ഹാജിമാർ ലഗേജുകൾ ഇവിടെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഹജ്ജ് ഹൗസിലേക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് പോകാം. അങ്ങനെയാണ് സംവിധാനമുള്ളത്. ഹജ്ജ് ക്യാമ്പിന് ഇന്നലെ വൈകിട്ട് കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ തുടക്കമായി. ക്യാമ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷനായി. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വനിതകൾ ഇത്തവണ ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരിമാർ. അവർക്ക് ഇവിടെയും അതേപോലെ തന്നെ മക്കത്ത് എന്നാൽ അവിടെയും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി 17,883 പേരാണ് 3 എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഈ വർഷം ഹജ്ജിനായി യാത്ര തിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാനത്ത് നിന്നും ഇത്രയും കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത്. തീർത്ഥാടകരിൽ 7,279 പേർ പുരുഷന്മാരും 10,604 പേർ സ്ത്രീകളുമാണ്. കൂടാതെ 2 വയസ്സിന് താഴെയുള്ള 8 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. കരിപ്പൂർ എംബാർക്കേഷൻ വഴി 10,430 പേരും, കൊച്ചി വഴി 4,273 പേരും, കണ്ണൂർ വഴി 3,135 പേരുമാണ് ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിനായി യാത്രയാവുക. മെയ് 26 കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. ജൂൺ 1 കണ്ണൂരിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുക. PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.